സ്വദേശി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 3 മക്കളെ നഷ്ടമായ ചൂരൽമല സ്വദേശി സയനയോടുള്ള വാക്ക് പാലിക്കാൻ ഒല്ലൂരിന്റെ നിയുക്ത MLA കെ രാജൻ പുത്തുമല ഹൃദയഭൂമിയിലെത്തി. വിജയിച്ച ശേഷം മക്കളെ കാണാൻ അധികം വായിക്കണ്ട. അതിനു മുന്നേ ഒരു കാര്യം പറയാം. കമ്മ്യൂണിസ്റ്റുകാർക്കൊരു സ്വഭാവമുണ്ട്. അവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയിരിക്കും. ആ നിറവേറ്റലാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിടയ്ക്ക് ചെല്ലാനമെന്നും വയനാടും എന്നുള്ള പേര് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. പിന്നീട് ചെല്ലാനത്തുകാര് കമ്മ്യൂണിസ്റ്റുകാരെ ചതിച്ചോ, വയനാട്ടുകാര് കമ്മ്യൂണിസ്റ്റുകാരെ ചതിച്ചോ എന്നുള്ളതൊക്കെ ചരിത്രം, അതവിടെ കിടക്കട്ടെ. എന്തെങ്കിലും തിരിച്ച് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനത്തിലേക്ക് കൊണ്ടുപോകും. കാരണം അങ്ങനെ തോൽവി കൊണ്ട് അല്ലെങ്കിൽ തോറ്റത് കൊണ്ട് ഇവിടെ ഞങ്ങൾ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂരും കോഴിക്കോടൊക്കെയുള്ള ഒരുപാട് കൂട്ടിരിപ്പുകാർക്ക്, അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഒരുപാട് രോഗികൾക്ക് ദിവസവും കൊടുക്കുന്ന ഒരു അന്നദാനം ഉണ്ടല്ലോ, അത് ഇല്ലാതാവും. മനസ്സിലല്ലേ? ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാരിത് ആദ്യം നിർത്തണം. പക്ഷെ അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്നേ. തോറ്റ ദിവസവും തോറ്റതിന്റെ പിറ്റേ ദിവസവും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലും ഈ ദിവസവും അവർക്കത് കിട്ടിയിട്ടുണ്ട്, അവരത് ഉണ്ടിട്ടുണ്ട്. അങ്ങനെ അന്നത്തിന് നന്ദി കാണിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ജനങ്ങൾ ഇഷ്ടമാണ്. അവരിഷ്ടത്തിന് വേണ്ടി നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. നന്ദി പ്രതീക്ഷിക്കുക എന്നുള്ളതൊന്നും ശരിയായ പരിപാടിയല്ല ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ പറയുന്നത് മന്ത്രി കെ രാജനെ കുറിച്ചിട്ടാണ്. കെ രാജനെ കുറിച്ച് കേൾക്കണമെങ്കിൽ അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇത് കാണണം. അതല്ല സോറി കേട്ടോ. ഇനിയും എന്റെ മക്കളുടെ അടുത്തേക്ക് ഒന്നുകൂടി വരണേ ജയിച്ചിട്ട് എന്ന് പറയുന്ന സയന എന്ന് പറയുന്ന ഒരു അമ്മയാണ്. 3 പിഞ്ചു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ്. എനിക്കിത് പറയുമ്പോഴേ എനിക്ക് അറിയാതെ ചിലപ്പോൾ ഒരു വിഷമം വരും. അതൊക്കെ ഒരു ഭയങ്കര വേദനയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ വേദനയോട് കൂടി ജീവിക്കുന്ന ഒരു അമ്മയാണ്. ഈ അമ്മയുടെ ഈ വാക്കുകളെയാണ് പിന്നീട് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ഒരു സബ് എഡിറ്ററോ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്ററോ പിന്നീട് നാടകം എന്ന് പരിഹസിച്ചത്. അതിനെ അസാരമായിട്ട് അവരെ കേരള ജനത അവർക്ക് വേണ്ടി കൊടുത്തു. സംഗതി അവിടെ കിടക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. രാജ് എന്ന് പറയുന്ന ഈ മിനിസ്റ്റർ ആ ഒരു വയനാട്ടുകാർക്ക് അത്രയേറെ ഹൃദയ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്, അത്രയേറെ സ്നേഹമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനോട് വയനാട്ടുകാരായിട്ടുള്ള ആ സയൻ അടക്കമുള്ള ആൾക്ക് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ ജയിച്ചു കഴിഞ്ഞിട്ട് കാണാൻ വരണമെന്നുള്ളതാണ്. ആ അമ്മയുടെ കൂടി പ്രാർത്ഥനയാണ് ഇവിടെ രാജൻ മിനിസ്റ്റർ ജയിക്കാൻ കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേറെ ഒരു ബന്ധം ഇവരോടൊക്കെ ഉണ്ട്. ആ 3 പിഞ്ചു കുഞ്ഞുങ്ങൾ ഇല്ല, ഈ ഭൂമിയിലില്ല. പക്ഷെ അവർ ജീവനോട് ഉണ്ട് എന്ന രീതിയിൽ ആ ഗവൺമെന്റ് കൊടുത്ത വീട് പോലും അവരെ കുഞ്ഞുങ്ങളാണ് എന്ന ഒരു മനസ്സോട് കൂടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. പറഞ്ഞത് നിങ്ങൾ അവിടെ എത്തണമെന്നാണ്. രാജൻ മിനിസ്റ്റർ അവിടെ പോയി സുഹൃത്തുക്കളെ, അവിടെ പോയി അദ്ദേഹം ഞാൻ ആ ഒരു മ്യൂസിക് ഒക്കെ ഒഴിവാക്കുന്നു, നിങ്ങൾക്കത് കാണാം. ആ 3 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഉറങ്ങുന്നുണ്ട്. കളിപ്പാട്ടങ്ങൾ വെച്ച് കൊടുത്തിരിക്കുകയാണ് അമ്മയും അച്ഛനൊക്കെ. ആ 3 കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. രാജ മിനിസ്റ്റർ അവിടെ എത്തുന്നതും ആ കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളുമായിട്ടാണ് രാജ മിനിസ്റ്റർ അവിടെ എത്തുന്നതും. ലോറികളും ജീപ്പുകളുമായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ആ 3 കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി രാജ മിനിസ്റ്റർ അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്തൊരു വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങളാണെന്ന് ഞാനിതൊക്കെ ആലോചിച്ചു പോകുന്നത്. എന്തൊരു വേദനയാണ്. അവസാനം ആ അച്ഛനും അമ്മയും കൊടുക്കുന്ന കളിപ്പാട്ടമടക്കം അവിടെ വെച്ചു കൊടുക്കുന്നു. അത് അവരൊരു ആഗ്രഹമാണ്. ആ അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണ് രാജ്യ മിനിസ്റ്റർ അത് ചെയ്യണം എന്നുള്ളത്. അവരൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത്, രാജ്യ മിനിസ്റ്റർ ചെയ്യുന്നത്. ഒരിക്കൽ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഇദ്ദേഹത്തെ പോയി കണ്ടിട്ട് നിങ്ങൾ ഈ വീട് കാണാൻ ഇടയ്ക്ക് വരാറുണ്ടോ, നിങ്ങൾക്ക് കിട്ടിയ വീട് കാണാൻ വരാറുണ്ടോ, സന്തോഷമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്, ഞങ്ങൾ മിക്ക സമയത്തും കുട്ടികളൊപ്പമായിരിക്കും എന്ന് പറഞ്ഞ്.
ഈ ഒരു സംഭവം ഒന്നും അറിയാത്ത ആളുകളാണ് ആ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ വിചാരിക്കുക ആ അച്ഛനോട് കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ്, കുട്ടികൾ എങ്ങനെയൊക്കെ കളിക്കാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ കുട്ടികളൊപ്പം വീട്ടിലിരുന്ന് കളിക്കുകയായിരിക്കും അദ്ദേഹം മിക്ക സമയത്തും, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നൊക്കെ വിചാരിക്കും. അല്ല സുഹൃത്തുക്കളെ, ആ അടക്കം ചെയ്ത മണ്ണിനരികിൽ പോയിരിക്കുകയാണ്. ഇപ്പോഴും അവരുടെ മനസ്സ് അവിടെയാണ്. അങ്ങനെ ആയിരിക്കും ഏതൊരു അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ മനസ്സ് ആ ഒരു രീതിയിലേക്ക് പോകും. ഞാൻ പറഞ്ഞു വെച്ചത് ഇതാണ് രാജ്യം മിനിസ്റ്ററും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ആളുകളൊക്കെ. അവര് എന്തെങ്കിലും തിരികെ പ്രതികരിച്ചിട്ടായിരുന്നു രാജ്യം മിനിസ്റ്റർ, അല്ലെങ്കിൽ വയനാട് അതിഭീകരമായിട്ടുള്ള പരാജയമാണ് LDF കിട്ടിയത്. അതിഭീകരമായ പരാജയമാണ്. ഈ ടൗൺഷിപ്പ് ഉയരുന്ന സ്ഥലത്തുള്ള ആളുകൾ പോലും CPM വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അവിടെ സിദ്ദിഖ മത്സരിച്ചത് 40,000-അടുത്ത് ഭൂരിപക്ഷമുള്ളത്. 40,000-അടുത്ത്. കഴിഞ്ഞ തവണ ഇലക്ഷൻ നടക്കുമ്പോൾ 4,500 എങ്ങാണ്ട് ഭൂരിപക്ഷമായിരുന്നു സിദ്ദീഖിനുണ്ടായിരുന്നത്. ആ സിദ്ദീഖിൻ്റെ ശതമാനം കൂടുകയേ ചെയ്തുള്ളൂ. 40,000-അടുത്ത് കൂടിയെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് ഇപ്പോഴും LDF മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. LDF ഇപ്പോഴും സ്നേഹമില്ല എന്ന് പറയുന്നവരുണ്ട്. LDF ചതിച്ചു വയനാട്ടുകാർ എന്ന് പറയുന്നവരുണ്ട്. അതൊന്നൊക്കെ വിട്ടുകളയാം. കാരണം ചതിച്ചു എന്നുള്ള തോന്നലുണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യ മിനിസ്റ്റർ വീണ്ടും അവിടേക്ക് പോയില്ലായിരുന്നു. രാജ്യ മിനിസ്റ്റർ വീണ്ടും പോയി സയനയുടെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി പോയി. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം. മനസ്സിലാക്കണം. ഒരുപക്ഷെ മന്ത്രിസഭ കൂടിയിട്ടായിരിക്കണം ഇദ്ദേഹം അവിടെ പോവേണ്ടതെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. മന്ത്രിസഭ കൂടുതലുണ്ടാവില്ല അടുത്ത കാലത്തൊന്നും. അവർ അധികാരം എന്ന് പറയുന്ന അപ്പക്കഷ്ണത്തിന് പിന്നാലെ കടിപിടി കൂടി ഇങ്ങനെ നാട്ടുകാരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്? എല്ലാ കോൺഗ്രസ്സുകാരിപ്പോൾ വേണ്ടിയിരുന്നില്ലൊക്കെ തോന്നില്ല. ലീഗരടക്കണ്ട വേണ്ടിയിരുന്നില്ല. 102, 104 സീറ്റൊക്കെ ഇതൊന്നും വേണ്ടിയിരുന്നില്ല. കാരണം ഇപ്പോഴേ ഇവർ അധികാരത്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് കമ്മീഷനുകൾക്ക് വേണ്ടിയിട്ട് ഇവർ കടിപിടി കൂടില്ലേ? കമ്മീഷൻ അല്ലേ, കടിപിടി കൂടില്ലേ? ഇവർക്ക് അതിന് മാത്രമായിരിക്കില്ലേ സമയം? ഇപ്പം തന്നെ ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നും ട്രഷറിയൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതൊക്കെ നന്നായിട്ട് റൺ ചെയ്യണമെന്നും, വിദ്യാഭ്യാസ മേഖലയിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തീർപ്പാക്കണമെന്നും, മഴക്കാലമാണ് വരാൻ പോകുന്നത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താനുണ്ട്. ചില്ലറൊന്നുമല്ല. കഴിഞ്ഞ 2 തവണത്തെ അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് നടത്താനുണ്ട്. എന്തൊക്കെയാണ് ഓരോ മഴക്കാലവും വരുമ്പോൾ ഇനി സംഭവിക്കുക എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. കുറേ റോഡുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും വെള്ളക്കെട്ടുകളും പൊക്കമൊക്കെ ഉണ്ടാവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതൊക്കെ മുൻകൂട്ടി കണ്ട് എന്തോരം പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് സുഹൃത്തുക്കളെ. മഴക്കാലം എന്ന് പറഞ്ഞ് എത്തില്ലേ? 10 ദിവസം കഴിഞ്ഞ മഴക്കാലമായില്ലേ? എന്ന് പറഞ്ഞെത്തി. അങ്ങനെ എന്തൊക്കെയോ പ്രവർത്തനമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ശ്രദ്ധയേ ഇല്ലാതെ ഇവർ മന്ത്രി കസേര ആർക്ക് കിട്ടണമെന്നുള്ള തല്ലാണ്. സുഹൃത്തുക്കളെ, ബൈ.